ഹലോ ഗൈസ്, 100 സബ്സ്ക്രൈബേഴ്സ് എന്ന ആദ്യത്തെ മെയിൽ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. ഇനി റോഡ് ടു 1K ആണ്. അപ്പോൾ എല്ലാവരും അതിനും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് യോവോണ വില്ലന്മാരെയൊക്കെ ഒരു കെണിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ആ കെണി എന്താണെന്ന് നമുക്ക് നോക്കാം. മുഖിയം വിചാരിച്ചത് യോവോണ് വേറൊരു ചീള് പയ്യനാണെന്നാ. പക്ഷേ ഓനറിയില്ലല്ലോ നമ്മുടെ നായകൻ്റെ തലയിലിരിക്കുന്നത് വെറും തലച്ചോറല്ല, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണെന്ന്. വാളും പരിചയമൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യണ ഈ ലോകത്ത് ഇന്ന് നമ്മളെ യോവോൺ ഇറക്കാൻ പോകുന്നത് നമ്മുടെ മൈക്ക് ടൈസൻ്റെ ഐറ്റാണ്. പിന്നെ മുഖിയത്തിൻ്റെ സ്വന്തം വിദ്യ എടുത്തിട്ട് മുഖിയത്തിനെ തന്നെ വെറുപ്പിച്ച് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ പടക്കളത്തിലോട്ട് പോകാം. അപ്പോൾ സീൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുഖിയത്തിനെയാണ് കാണിക്കണത്. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അവൻ്റെ അജിലിറ്റി ടെക്നീക്കൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ആദ്യത്തെ എക്സാം നടക്കുന്ന സമയത്തൊന്നും ഇവന് ഇൻറ്റേർണൽ പവറിൻ്റെ ഒന്നും ഒരു അംശം പോലും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എന്താ ഇവന് സംഭവിച്ചു? കൊള്ളാം. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ പതറാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഈ മൊമെൻ്റ് അങ്ങനെ കൊണ്ടുപോയാൽ മതി. യോവൂൺ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കത്തെ സെക്കൻഡ് കോഡിഫൈഡ് ഫോം യൂസ് ചെയ്ത് മൊഗിയത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. മൊഗിയാണെങ്കിൽ അതൊന്ന് ഒഴിഞ്ഞു മാറി. എന്ത്? എങ്ങനെയാ അവനത് ഡോഡ്ജ് ചെയ്തത്? മൊഗിയം നേരെ ഫിസ്റ്റ് ഓഫ് സ്റ്റെൽത്തത്തെ സെക്കൻഡ് കോഡിഫൈഡ് ഫോം ചെയ്തിട്ട് യോവോണിനെ അടിച്ചു. അത് നല്ലോണം വേദനിച്ചു യോവോണിന്. അത് കഴിഞ്ഞിട്ട് മില്യൺ ഫിസ്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ചു. അങ്ങനെ അടിച്ചു. മൊത്തത്തിൽ യോവോണിന് തലങ്ങും വലങ്ങും അടികിട്ടാൻ തുടങ്ങി. യോവോൺ അവിടുന്ന് തെറിച്ചുപോയി. എൻ്റെ ഇൻറ്റേർണൽ പവർ ലെവൽ വെച്ച് അവൻ്റെ എതിരെ നിൽക്കാൻ പോലും പറ്റില്ല. എനിക്കുറപ്പാ ഈ അക്കാഡമിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള കുട്ടികളെക്കാളും സ്ട്രോങ് ആയിരുന്നു അവൻ. ഇപ്പോൾ ഡിമോണിക് ഡ്രാഗൺ മാർബിൾ യൂസ് ചെയ്ത് ഒന്നും കൂടി സ്ട്രോങ്ങറായി. എങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ അവനെ തുടരെ തുടരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. തിരിച്ച് എന്നെ അറ്റാക്ക് ചെയ്യാനൊരു ചാൻസ് കൊടുക്കുകയും ചെയ്യരുത്. യോവോൺ പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞുപോയി. എന്ത്? അവനൊരു ഷാഡോ ഇമേജ് അല്ലേ ഇപ്പോൾ യൂസ് ചെയ്ത്? അവനെപ്പോലെ ഒരുത്തന് എങ്ങനെയാ ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നത്? പെട്ടെന്ന് യോവൺ മുഖിയത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ മുഖിയം ലോഡ് ചെയ്യാനും തുടങ്ങി. അവസാനം യോവോണിനെ ചവിട്ടി നിലത്തിട്ടു. അവൻ്റെ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു എനിമിയുടെ അറ്റാക്കിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ അവനില്ല. ഞാൻ അവൻ്റെ അടുത്ത് പഞ്ച് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ആ കിക്ക് ഇപ്പോൾ എവിടുന്നാ വന്ന്? നീ സ്വപ്നം പോലും കാണാത്ത ടെക്നിക്കൊക്കെ നീ യൂസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചെടുത്താണെന്ന്. എനിക്കറിയാം, ആകെ മറ്റുള്ളവരുടെ ടെക്നിക്ക് കണ്ട് അത് അനുകരിക്കാൻ മാത്രം നിനക്കറിയൂ. നിനക്ക് സ്വന്തമായിട്ടൊരു ടെക്നിക്കൊന്നുമില്ല. ഓ, ഇപ്പോൾ അവനും കാര്യം മനസ്സിലായി. ഞാൻ ഈ ഫൈറ്റിംഗ് ഫോമൊക്കെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ പഠിച്ചെടുത്താണെന്ന്. ഞാൻ മോഹിയത്തിനെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ചതും റിയൽ ഫൈറ്റിംഗ് എക്സ്പീരിയൻസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്. നീ ഈ ടെക്നിക്കൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളതൊക്കെ ഞാൻ നിന്നോട് പിന്നെ ചോദിച്ചോളാം. പക്ഷേ അതിനു മുന്നേ ഞാൻ ആദ്യം നിന്നെ ചവിട്ടി താഴ്ത്തട്ടെ. ഫിസ്റ്റ് ഓഫ് സ്റ്റെൽത്തത്തെ ഫിഫ്ത്ത് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്ത് മൊഗിയം യോവോൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല ഏത് ഫൈറ്റിംഗ് ഫോം അതിനെ യൂസ് ചെയ്യേണ്ടതെന്ന്. എക്സ്റ്റേണൽ ത്രെറ്റ് ഡിറ്റക്റ്റഡ്. ഇൻകമ്മിങ് ത്രെറ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യോവോൻ്റെ വിഷനിൽ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഞാനും സെറ്റ് ചെയ്തു. മൊഗിയം അടുത്തേക്ക് എത്തിയപ്പോഴത്തേനും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വർക്കായി. യോവോണിന് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്. യോവോൺ പെട്ടെന്ന് ആ അറ്റാക്കൊന്ന് ഒഴിഞ്ഞു മാറി. എന്നിട്ട് നേരെ തിരിഞ്ഞു നിന്ന് മൊഗിയത്തിൻ്റെ മുഖത്ത് ഒറ്റ പഞ്ച്. മൊഗിയം തെറിച്ചുപോയി. അതുകൊണ്ട് യോവോൺ വരെ ഞെട്ടി. എന്ത് തേങ്ങയത്? ഈ ടെക്നിക്ക് ഞാൻ അതിന് മുന്നേ കണ്ടില്ലല്ലോ. അല്ല, എന്താ ഇത്? ഞാൻ തൽക്കാലത്തിന് എൻ്റെ പ്രോഗ്രാമിൽ സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽ ഇൻസ്റ്റാൾ ചെയ്തിക്കുക. ഞാനോ മറുപടി കൊടുത്തു. ഇത് ബോക്സിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. എന്ത് ട്യൂട്ടോറിയലോ? അത് ഇൻസ്ട്രക്ഷൻ ഗൈഡ് ചെയ്യണതിൻ്റെ വേറൊരു വാക്കാണ്. ഞാൻ ഓപ്പോണൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ 0.01 സെക്കൻഡ് കൊണ്ട് അനലൈസ് ചെയ്ത് അതിനുള്ള ഡിഫൻസ് സൊല്യൂഷൻ പറഞ്ഞു തരാം. നീ പറയുന്നത് തേങ്ങയുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തായാലും ഈ ടെക്നിക്കിന് ബോക്സിംഗ് എന്നാണ് പറയുക. അത് മാത്രം മനസ്സിലായി.
നമുക്ക് ഈ ബോക്സിംഗ് ടെക്നിക്കിന് പകരം ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചൂടെ? ഓക്കെ, ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് പോസിബിൾ ആണ്. ഞാനത് പ്രൊസീഡ് ചെയ്തോളൂ. ഓ, അപ്പോൾ നീ പഞ്ചിങ് ടെക്നിക്കും പഠിച്ചിട്ടുണ്ടല്ലേ? നിന്റെ കയ്യിൽ നീ കുറേ ട്രിക്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും തോന്നുന്നു. പക്ഷേ അതൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല. മുഖിയ നേരെ പാഞ്ഞു വന്നു. ഞാനോ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് ഉപയോഗിച്ചുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ അവൻ്റെ അറ്റാക്കുകളൊക്കെ എവിടെയാണ് ലാൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. മുഖിയം അടിക്കാൻ വേണ്ടി ചാടി വന്നതും യൗവൺ അവിടുന്ന് ഒഴിഞ്ഞു മാറി. നാശം, അവൻ എൻ്റെ എല്ലാ പഞ്ചും ഡോഡ്ജ് ചെയ്യുകയാണല്ലോ. യോവോൺ മുഖിയത്തിനെ തലങ്ങും വലങ്ങും അടിക്കാൻ തുടങ്ങി. മുഖിയം പെട്ടെന്നാണ് അവൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പോയത്. മുഖിയത്തിൻ്റെ അമ്മ അവനോട് പറയുകയാണ്, മുഖിയം, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഈ സ്കോൾനെസ്സിന് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. എന്നാലുള്ളൂ ആ നശിച്ചവനെ വിട്ട് നിൻ്റെ അടുത്തേക്ക് തന്നെ നിൻ്റെ ഫാദറിൻ്റെ മുഴുവൻ ശ്രദ്ധയും എത്തുള്ളൂ. നിന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം. എന്നാലേ നീ ടോപ്പിലെത്തുള്ളൂ. പിന്നെ വേറൊരു മെമ്മറിയാണ് കാണിക്കണത്. ഒരു കാര്യം പോലും നിനക്ക് ശരിയായിട്ട് ചെയ്യാൻ കഴിയില്ലേ? ഇതൊക്കെ നിൻ്റെ തെറ്റാണ്. നീ വെറും ഒരു യൂസ്ലെസ് ആണ്. ആ നശിച്ചവള് കാരണമാണ് ഇതൊക്കെ. ഇതൊന്നും എൻ്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും നിനക്ക് മര്യാദക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ നിൻ്റെ തെറ്റാ. നീ തന്നെ ഒരു മിസ്റ്റേക്കാണ്. നാശം, ആ മെമ്മറിയാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കയറി വരും. ഞാൻ അവനോട് തോറ്റുപോയോ? ഇല്ല, ഞാൻ ഒരിക്കലും ആ ലോ ലൈഫായ അവനോട് തോക്കില്ല എന്ന് പറഞ്ഞ് മുഖിയം അടിക്കാൻ വേണ്ടി വന്നതും യോവോൺ ഒറ്റയടിക്ക് അവനെ നിലംപരിശാക്കി. മുഖിയം നിലത്ത് കിടന്ന് ചോര തുപ്പാൻ തുടങ്ങി. എടാ, നിന്നെപ്പോലുള്ള ഒരുത്തനോട് ഞാൻ ഒരിക്കലും തോക്കില്ല. ഇത് നീ ചോദിച്ച് വാങ്ങിയതാ. ഇനി അതിന് നിൽക്കരുത്. അവനെങ്ങനെയാ മുഖിയത്തിനെ അടിച്ചു വീഴ്ത്തിയേ? നമ്മുടെ രണ്ടുപേരുടെയും പവർ കൂട്ടിയാൽ പോലും നമുക്ക് അവനെ അടിക്കാൻ പറ്റില്ല. 2 ആഴ്ച മുന്നേ ഒരു ഇന്ത്യൻ പവർ ഇല്ലാത്തൊരുത്തനായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ രണ്ടാളും ഇനി ഫൈറ്റിന് വേണ്ടി നിൽക്കുകയാണോ? ഏയ്, അല്ല അല്ല. എങ്കിൽ അവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്. യങ് ലോഡ്, നിങ്ങൾ ഓക്കെ ആണോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്ക് പവറും അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അവരുടെ അടുത്ത് നിൽക്കണ പോലെ എൻ്റെ അടുത്തും തല കുനിഞ്ഞ് നിൽക്കുമായിരുന്നോ? വിടറ തന്നെ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനൊക്കെ കഴിയും. പക്ഷേ യങ് ലോഡ്, എന്താടാ, എന്താ നീ എന്നെ തീർക്കാതിരുന്ന? സെക്കൻഡ് എക്സാമിനേഷനിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ളതാ. അല്ലെങ്കിൽ എൻ്റെ തല ഇപ്പോൾ 2ആക്കി പൊളിച്ചേനെ ഞാൻ. എന്തൊരു ഷിറ്റി എക്സ്ക്യൂസാടാ ഇതൊക്കെ. എങ്കിൽ ശരി, നീ ഒന്നുകൂടി സംസാരിച്ചു നോക്ക്. അപ്പം കാണാ ബാക്കി. നീ ചെയ്യടാ. നിന്നെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അതൊക്കെ നീ ചെയ്യേ. മുഖിയ അലറി. ആകെ നിനക്കിപ്പോൾ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എടാ നീ, ഞാൻ പോവാണ്. നീ എന്താച്ചാ അവിടുന്ന് ചെയ്തോ എന്ന് പറഞ്ഞ് യോവൂൺ അവിടുന്ന് പോയി. ഇതൊക്കെ കണ്ട് മുഖിയാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് പല്ല് കടിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അഹങ്കാരിയായ മുഖിയം ഒരു വഴിക്കായി. സ്വന്തം വിദ്യ ഉപയോഗിച്ച് തന്നെ ഓനക്ക് നല്ലോണം കിട്ടി. എന്തായാലും സമാധാനമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താവും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി ഞാൻ വേഗം വരാം. ബൈ ബൈ.